നക്ഷത്രങ്ങളെ 2026 മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതർക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം. ആദ്യമായി നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് മകം നക്ഷത്ര ജാതരെ പറ്റിയാണ്. മകം നക്ഷത്ര ജാതർക്ക് 2026 ആദ്യ പകുതി വളരെ ഗുണപ്രദമാണ്. എന്നാൽ അവസാന പകുതിയിൽ ഗുണത്തിന്റെ അളവ് ഒരല്പം കുറയും എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാതെ തന്നെ 2026 മറികടക്കാൻ കഴിയുമെന്നതാണ് കാണിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ കർമ്മരംഗത്ത്, പ്രവർത്തന പദത്തിൽ, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും എത്തുവാനുള്ള സർവ്വസാധ്യതകളും കാണപ്പെടുന്നുണ്ട്. സന്താന സൗഭാഗ്യവും ഉപരിപഠനത്തിനുള്ള ശ്രമവും പഠനത്തിനായി വീട് വിട്ടു പോകുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. ഈ നക്ഷത്ര ജാതരായിട്ടുള്ള കൃഷിക്കാർക്ക് അലറയിലറ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലകളിൽ ഒരല്പം ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നടന്നുകൊണ്ടിരിക്കുന്നതോ നടത്തുവാൻ ശ്രമിക്കുന്നതോ ആയ ഭവന നിർമ്മാണത്തിൽ പല രീതിയിലുമുള്ള തടസ്സങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണപ്പെടുന്നു. ഡിസംബർ മാസത്തോടുകൂടി ഒരല്പം ശമനമുണ്ടാവുകയും കാര്യങ്ങൾ ഒരു പരിധിവരെ ഗുണപ്രദമായി മാറാനുള്ള സാധ്യത തെളിയുകയും ചെയ്യുന്നു. കർമ്മ മേഖലകളിലും കാർഷികപരമായ പ്രവൃത്തികളിലും പ്രവർത്തന പദത്തിലും ഉന്നതിയെയും ഐശ്വര്യത്തെയും കരഗതമാക്കുന്നതിലേക്കായി ഈ നക്ഷത്ര ജാതർ ഈ കാലയളവിൽ അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നതും അയ്യപ്പ നാമം ജപിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. ധർമ്മശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും അഷ്ടോത്തരം ജപിക്കുക, അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, അയ്യപ്പന് നീരാഞ്ജന വഴിപാട് നടത്തുക, പൂമാല സമർപ്പിക്കുക ഇത്യാദിയുള്ള സമർപ്പണങ്ങളിലൂടെ സാധുജനങ്ങളെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ പരിപാലിക്കുക, അശരണരെയും ബുദ്ധിമുട്ടുന്നവരെയും അവനവന്റെ ശേഷിക്കനുസരിച്ച് സഹായിക്കുക ഇത്യാദിയുള്ള കർമ്മങ്ങളിലൂടെ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ 2026 മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും. അടുത്തതായി നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്ന നക്ഷത്രം പൂരം നക്ഷത്രമാണ്. 2026 തുടക്കം പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണത്തെയാണ് പ്രദാനം ചെയ്യുന്നത്.